Welcome to Cutie the Beauty Soap and BS5 Noni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Digital Hub, co-powered by Asian Paints Ultimac Antiseptic Disinfectant Liquid. special partner Sopic, Vigalan Homes and Kalyan Silk. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ രണ്ട് നെടുതൂണുകൾ. ലെറ്റ്സ് വെൽക്കം GP ആൻഡ് DP. അപ്പോൾ നമ്മുടെ GPയും DPയും മനസ്ഥിതിക്ക് നമ്മുടെ മൂത്തമ്മാവനെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യേണ്ട സമയമാണ്. Let's welcome to the show. കാര്യത്തിലേക്ക് വരണ്ടേ? ഇങ്ങനെ സൂചിച്ചിരുന്നാ മതിയോ? ഇപ്പൊ തന്നെ സമയം പറയാൻ വൈകി. എഴുന്നേറ്റേ പോയാട്ടെ. ഒറ്റ ദിവസത്തെ വാലിഡിറ്റി ഉള്ളായിരുന്നു. പരിപാടി കഴിഞ്ഞു. ഇനി നിങ്ങളെ പിടിച്ചിരുത്തിയ ആൾക്കാർക്ക് വേണ്ടിട്ട് നിങ്ങൾ വഴിമാറി. ഇതുവരെ ഇല്ലാത്ത ഒരു ഒട്ടല്. അതെ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എനിക്ക് ഇരിക്കണ്ട, കെടുക്കണ്ട, വേണ്ട. ഇരുത്തിയത് നിങ്ങളാണോ? അതെ, അപ്പൊ എനിപ്പിച്ചു വിടാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഞങ്ങള് തീരുമാനിക്കണം. നമ്മ തൃശ്ശൂരുകാരാണ്. വാ, എനിക്ക് എണിപ്പിക്കാൻ പറ്റി ബലം പിടിക്കലേക്കാ. നോക്കട്ടെ, എണിപ്പിക്കാൻ പറ്റി എണിപ്പിക്ക്. എന്റെ സുന്ദരി സുന്ദരി എന്ത് ആരെ സുന്ദരി? ഇക്കാന്റെയും കൂടി സുന്ദരി, ഇക്കാന്റെ സുന്ദരി. മറ്റേ മൂന്ന് കാര്യം ഞാനിവിടെ പറയണോ? നമ്മള് തൃശ്ശൂരുകാരല്ലേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ? അതേതാ മൂന്ന് കാര്യം? വേണ്ട 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 ഏതോ ഒരു കാര്യമുണ്ട്. ആ മൂന്ന് കാര്യം ഇനിയുള്ള എപ്പിസോഡിൽ നമ്മൾ എങ്ങനെ ചോർത്തിയെടുക്കും എന്നുള്ളതാണ്. അപ്പോ ഇക്ക നിങ്ങൾ അവിടെ ഇരിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. സൂപ്പർ സ്റ്റാർ ഗാലറിയിലെ പുതിയ സൂപ്പർ സ്റ്റാർ കപ്പിൾ സുമിത് and ഹിമ. എങ്ങനെയുണ്ടായിരുന്നു ആ സൂപ്പർ സ്റ്റാർ ഗാലറിയിൽ ഇരുന്നിട്ട് ഇത്ത? ഫസ്റ്റ് അതിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായില്ല, പക്ഷെ അതിൽ എനിക്കാൻ ഇപ്പൊ തീരെ ഇഷ്ടമില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്ന് അവർ നടത്തിയ ജഡ്ജ്മെന്റ്സ് ആണെങ്കിലും അവർ ആ ഇരുന്ന സമയം ഉപയോഗിച്ചത് വളരെ മനോഹരമായിട്ടാണ്, വളരെ പക്വതയോട് കൂടിയിട്ടാണ്, വളരെ രസകരമായിട്ടാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എസ്പെഷ്യലി ഇക്ക. എന്തായാലും എല്ലാവിധ ആശംസകളും. അധികം താമസിയാതെ ആ സീറ്റിലേക്ക് ഇരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുവിധം എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആരിക്കണം എന്നുള്ളത് നിങ്ങളുടെ പെർഫോമൻസ് വൈസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും പെർഫോമൻസിൽ ഒരു കുറവും വരുത്താതെ മുന്നോട്ട് പോവുക. അധികം താമസിയാതെ നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ കപ്പിൾ സ്ഥിരമായി ഇരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഭാര്യമാർക്കല്ലേ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളൂ, ഭർത്താക്കന്മാരെ റേറ്റ് ചെയ്യുന്നില്ലേ, അവരെ റേറ്റിംഗിന് വിധേയരാക്കുന്നില്ലേ എന്ന്. ആ ദിവസം ഇന്നാണ്. ഭർത്താക്കന്മാരെ റേറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ പ്രേക്ഷകരൊക്കെ. DP ഭർത്താക്കന്മാരെ വിളിച്ച് നമുക്ക് റേറ്റ് ചെയ്യണ്ടേ? ടുക്കുമണികൾ എല്ലാവരും വരൂ. ഇനി ഓരോരുത്തരായിട്ട് വന്ന് റേറ്റ് ചെയ്യാൻ പോകുന്ന സമയമാണ്. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? ആദ്യം നമുക്ക് റിജിന്ന് തന്നെ തുടങ്ങാം. റിജി,
ഞങ്ങൾ ഇക്കയിൽ ഇതിലും കൂടുതൽ പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്ത് പറ്റി ഇക്ക? കൂടുതലുള്ളവർക്ക് ഇഷ്ടമാവണമെന്നില്ലല്ലോ, പ്രേക്ഷകർക്കല്ല ഇഷ്ടമാവേണ്ടത്. അത് ശരിയാണ്. എന്നാലും പ്രേക്ഷകർ പറയുന്ന ഒരു ഇൻഫ്ലുവൻസ് ഇവരുടെ മേലും ഉണ്ടാവില്ലേ? കാരണം എല്ലാ പ്രേക്ഷകരും നിസാർക്കാന്ന് എല്ലാ എപ്പിസോഡിലും പറയുമ്പോ അതിന്റെ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ് കണ്ടസ്റ്റൻസിലും ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത് മാത്രമല്ല, ഇവിടെ എന്ത് ടാസ്ക് നടന്നാലും എല്ലാരും മാതൃകയായിട്ട് വെക്കുന്നത് ഇക്കയാണ്. എന്നിട്ട് ഇക്കയുടെ കയ്യിലുള്ള ബോർഡ് എന്തുകൊണ്ട് ഇങ്ങനെയായിപ്പോ അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അല്ല, അത് എന്താന്ന് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നാ ഒന്ന് നോക്കൂ, തുറന്നിട്ട് ഒന്ന് തിരിച്ചു നോക്കൂ എന്താന്ന്. പിന്നെ 1-ാം സ്ഥാനം ഈ ബോർഡിൽ ഒരൊറ്റ ആൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അത് ആർക്കാണ് കിട്ടിയിട്ടുണ്ടാവുക? അവരൊന്ന് കൈബന്ധിക്കൂ. നിങ്ങളുടെ ഗസ് ഒന്ന് നോക്കട്ടെ. തമാശയാണെങ്കിൽ പോലും അവനത് പൊക്കി കാണിച്ചു. ആ കോൺഫിഡൻസിന് നമ്മൾ കൈയടിയെ കൊടുത്തേ പറ്റൂ. സോ ആ 1-ാം റാങ്ക് കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല, അത് കിട്ടിയിരിക്കുന്നത് രഞ്ജിത്തിനാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹമാണ് ഇവിടെ റാങ്ക് 2 എന്ന് പറയുന്നത്. ഇവിടെ പൊരിഞ്ഞ പോരാട്ടം നടന്നത് രണ്ടുപേര് തമ്മിലാണ്. 1-ാം റാങ്കും അവസാന റാങ്കും തമ്മിൽ ഗംഭീര പോരാട്ടമാണ്. രണ്ടുപേരുടെ പാറ്റേൺ ഒരേപോലെയാണ്. നിഖിലിന്റെ ബോർഡ് നിഖിലൊന്ന് നോക്കൂ. എല്ലാവരും ഒരുപോലെ ഒരേ റേറ്റിംഗ് തന്നിരിക്കുകയാണ്, ലെനെ ഒഴിച്ച്. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സോണിലാണ് നിഖിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു കോടതിയിൽ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിഖിലിന് വാദിക്കാൻ ഒരു അവസരം തരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെന വാദിക്കണം. ഏറ്റവും ലാസ്റ്റ് വന്ന ഒരാളും ഏറ്റവും ഫസ്റ്റ് ഒരേ പാറ്റേണിലുള്ള 2 ആളുകൾ തമ്മിലായിരിക്കും ഇനി നമ്മൾ കോടതി നടത്താൻ പോകുന്നത്. ഭർത്താക്കന്മാരിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ചെയ്തത് ഇക്കയ്ക്കാണ്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള റേറ്റിംഗ് കിട്ടിയത് നിഖിലിനാണ്. അതുകൊണ്ട് തന്നെ കോടതി മുറിയിലുള്ള വാദം നടക്കാൻ പോകുന്നത് ലെനയും ഷെജിദയും ചേർന്നിട്ടാണ്. ബാക്കിയുള്ളവർക്ക് അവരുടെ സീറ്റിലേക്ക് പോവാം. ഇക്കയും നിഖിലും ഇവിടെ നിൽക്കുക. കോടതി ഒരുങ്ങട്ടെ. അങ്ങനെ നമ്മുടെ കോടതി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ലെനയാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഒരു കോടതി കയറി എക്സ്പീരിയൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇക്കയ്ക്ക് കിട്ടിയ 1-ാം സ്ഥാനം ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ പോവാണ് ലെന. വാദപ്രതിവാദം തുടങ്ങട്ടെ. പുള്ളിയുടെ വോട്ടിംഗ് കണ്ടാൽ തന്നെ അറിയാം പുള്ളി എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചതാണെന്ന്. കാരണം എല്ലാരും 7 ആണ് കൊടുത്തേക്കുന്നത്. എന്ത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ളവർക്ക് ഈ 7 കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. പുള്ളി ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പുള്ളിക്ക് ഈ 7 എന്നുള്ള ഒരു മാർക്ക് അവർ കൊടുത്തേക്കുന്നതെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്റെ ഭർത്താവിനെ എന്തുകൊണ്ടും 1-ാം സ്ഥാനത്തിന് ഇതിന് എന്ത് പറയണം, എല്ലാവരും 1 അതിലൊട്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ഇക്കാക്ക തന്നെയാണ് 1-ാം സ്ഥാനം കിട്ടിയത്. കാരണം എല്ലാ എപ്പിസോഡും മൊട്ടയിൽ മുങ്ങി, ചാണക വെള്ളം ഒഴിച്ചു, അരിക്കാടി വെള്ളം ഒഴിച്ചു, കളർ വെള്ളം ഒഴിച്ചു, തൈര് ഒഴിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഗെയിം എന്ന് പറയുമ്പോൾ അതിൽ ജയിക്കുന്ന ആൾക്കാണ് കിട്ടുന്നത്. അല്ലാണ്ട് ഇതെല്ലാം ഗെയിമിൽ തോറ്റിട്ട് ബാക്കി എല്ലാവരും പുള്ളിയാ നല്ലതെന്ന് പറഞ്ഞ് 1-ാം സ്ഥാനത്ത് കൊണ്ട് എത്തിച്ച എങ്ങനെയാണ് ശരിയാവുന്നത്? ഗെയിം എന്ന് പറയുമ്പോൾ ഗെയിമിന്റേതായ രീതികൾ വേണം. അല്ലാണ്ട് ഈ പറയുന്ന നമ്മൾ കളിച്ചാ ജയിക്കാൻ വന്നേക്കുന്നത്. കളിച്ച് ജയിക്കാനാണ് ഒരു ഗോൾ എന്ന് പറയുമ്പോൾ കളിച്ച് ജയിക്കണം. അല്ലാണ്ട് മേടിച്ചല്ല കൊടുത്ത് ജയിക്കേണ്ടത്. വെറുതെ കിട്ടിയതല്ല. എല്ലാവർക്കും കണ്ണുണ്ട്, കാതുണ്ട്, മൂക്കുണ്ട്. എല്ലാവരും എല്ലാതും ശ്രദ്ധിച്ച് വീക്ഷിച്ചിരുന്നിട്ടാണ് പുള്ളി എന്ത് ചെയ്ത്, എന്ത് പെർഫോം ചെയ്തതിൽ എന്ത് പ്രശ്നമാണെന്നാണ് ഇപ്പൊ പറയുന്നത്. അതൊന്ന് പറയാം. എന്തിവിടെ കാണിച്ചു? എന്താണ് ഇവിടെ കാണിച്ചത്? നിങ്ങൾ ഗെയിമാണ് ഇവിടെ നടന്നത്. ഗെയിം എന്ന് പറയുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെ? അപ്പൊ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ 2 ടാസ്ക് സുഖമായിട്ട് ജയിച്ചു, പുള്ളി മാർക്ക് നേടി. അപ്പൊ ഇക്കയുടെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇക്ക ഒരു ടാസ്കിൽ ജയിച്ചായിരുന്നോ? ജയിക്കുന്നതിലല്ല, ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അതാണ് നമ്മൾ നോക്കേണ്ടത്. ജയിക്കുന്നതിൽ ഏതറ്റം വരെയും പോകും ഞങ്ങൾ അതിനു വേണ്ടിയിട്ട്. വക്കീൽ പറയുന്നതേ എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് പറഞ്ഞത്. അതാണ് മനസ്സിലാവാത്തതുമാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 7 കിട്ടിയത്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. ഇവിടെ സിനിമ ഡയലോഗ് പറയാനുള്ള ഒരു വേദിയല്ല കേട്ടോ. സിനിമ ഡയലോഗ് പറയാൻ
പറയാനുള്ള ഒരു വേദിയല്ല കോടതി. ഇവിടെ കാര്യമാണ് സഹിതം കാര്യം പറയൂ, അപ്പോഴത്തേക്കല്ലേ ബാക്കി. ഇത്ര മാത്രമേ ഉള്ളൂ പറയാൻ. ഈ ഒന്ന് കിട്ടിയത് മാത്രം പോരെ. ഒന്ന് എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഒന്നും പറയാണ്ട് വേറെ പറയണെങ്കിൽ എന്റെ ഇക്കടെ ടാസ്കുകള് എല്ലാം തന്നെ എടുത്തു നോക്കാം. നിങ്ങളുടെ ഏതുണ്ട് എടുത്തു പറയാൻ പറ്റിയത്? ഞങ്ങളുടെ സ്കിറ്റ് ആയാലും ഒക്കെ തന്നെ GP ഞങ്ങൾക്ക് എത്ര മാർക്ക് തന്നു? ഞാൻ പറയട്ടെ, മുട്ട ഉങ്ങിയെന്ന് പറഞ്ഞിട്ട് കൗണ്ടർ അടിക്കുന്നു എന്ന് പറയുന്നു. കൗണ്ടർ അടിക്കുന്ന പുള്ളിക്കാരന്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു പ്രത്യേക നല്ല രസമുള്ള ഒരു ലാംഗ്വേജ്. തൃശ്ശൂർ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേ ഒരു രസമാണ് കേൾക്കാൻ. അപ്പൊ പുള്ളിക്കാരന്റെ എക്സ്പ്രഷനും അതും ഇതുമൊക്കെ ആകുമ്പോൾ അങ്ങനെ വരുന്നതാ. അല്ലാണ്ട് ഈ പറയുന്ന പുള്ളിക്ക് ഒരു പ്രത്യേക കൗണ്ടർ, എന്താ പുള്ളി ഇങ്ങനെ കൗണ്ടർ അടിച്ചിട്ടുള്ളത്? എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുപാട് കൗണ്ടർ അടിക്കാറുണ്ട്, പലത് കേൾക്കാറില്ല. ഓക്കെ, രണ്ട് ഭാഗത്തിനും ഇനി ഇക്കയ്ക്ക് 30 സെക്കൻഡ് സംസാരിക്കാം, ഇത്തയ്ക്ക് 1 മിനിറ്റ് സംസാരിക്കാം. ഇത്തവണ ഇത്ത സംസാരിക്കേണ്ടത് എന്തുകൊണ്ട് ഇക്ക റാങ്ക് 1 ആവാൻ അർഹനാണ് എന്നുള്ളതായിരിക്കണം ഇത്ത സംസാരിക്കേണ്ടത്. നിഖിലിനും ലെനയ്ക്കും, ലെന ഇനി ആ ഭാഗം വിട്ടോളൂ. നിങ്ങളുടെ ഒരു കണക്ക് കൂട്ടലിൽ അദ്ദേഹം ഏത് റാങ്കിലാണ് നിൽക്കേണ്ടത്, എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്നുള്ളത് 1 മിനിറ്റ് 30 സെക്കൻഡ്സ് നിഖിലിനും. റെഡി? നമുക്ക് ഇക്കയും ഇത്തയും വെച്ച് തുടങ്ങാം. എന്തുകൊണ്ടും എന്റെ ഇക്കയ്ക്ക് തന്നെയാണ് 1ാം സ്ഥാനം കിട്ടേണ്ടത്. എന്താന്ന് വെച്ചാൽ ഞങ്ങള് ഇവിടെ ഞങ്ങളുടെ ഫുൾ എഫർട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പകുതി വെച്ചിട്ട് പകുതി കൊണ്ടുവന്നതെല്ലാം ഫുള്ള് ഇവിടെ എടുത്ത് ഇക്ക അതിന് എല്ലാതും ഫുള്ളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഒന്നാമത്തെ തന്നെ മുട്ടയിൽ മുങ്ങിയതാണെങ്കിൽ തന്നെ കാടിവെള്ളം ഒഴിച്ചു, അതിനൊക്കെ നിന്ന് തരാൻ ഒരു മനസ്സ് വേണം. ഇക്ക നിന്ന് തന്നില്ലെങ്കിൽ എനിക്ക് അത് ഒഴിക്കാൻ ഒരിക്കലും പറ്റില്ല, എനിക്ക് പേടിയുണ്ടാവും. അതുകൊണ്ട് 1ാം സ്ഥാനത്തിന് എനിക്ക് എന്തായാലും അർഹനാണ്. താങ്ക് യു. അവസാനമായിട്ട് കോടതിയോട് എന്താണ് ബോധിപ്പിക്കാനുള്ളത്? അല്ല, 1ാം സ്ഥാനം ഇപ്പൊ എല്ലാരും എനിക്ക് തന്നു. ഇനിയിപ്പോ അത് പിടിച്ചു വാങ്ങാനായിട്ട് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവില്ല. അവർക്ക് എന്താണ് അത് പിടിച്ചു വാങ്ങാനുള്ള അർഹത എന്ന് ഞാൻ ചോദിക്കും. ഇപ്പോഴത് എനിക്ക് മനസ്സിലാക്കിയില്ല. ആ വക്കീൽ നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. അവരത് ചെയ്തു. ഈ അഴകിയ ലൈല എന്ത് കാട്ടിയാ കിട്ടോ 1ാം സ്ഥാനം? ഞാൻ എന്തൊക്കെ ഇവിടെ ചെയ്തു, അതാണ് ആലോചിക്കേണ്ടത്. ശരിയാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് എല്ലാവരും 1ാം സ്ഥാനം തന്നത്. പിന്നെ അതില് 1ാം സ്ഥാനത്തിന് വേണ്ടി ബാധിക്കുന്ന ഒരു അർത്ഥം ഞാൻ കണ്ടില്ല. ഓക്കെ, പ്രിയ സുഹൃത്ത് ശുചിത പറയുകയുണ്ടായി, മുട്ടയിൽ മുങ്ങാൻ അതിനൊക്കെ മനസ്സ് വേണം. എന്റെ പൊന്നു പെങ്ങളെ ഒരു അരപ്പാവട കൊടുത്ത് ഒരു ജമ്പർ പോലത്തെ ഒരു സാധനം ഇട്ടുണ്ട് ആദ്യം ഇറങ്ങി വന്ന് ഇവിടെ തകർത്തവനാ ഞാൻ ആദ്യത്തെ ഷോയിൽ. അത്ര മാസമൊന്നും ഇവിടെ ആരും കാണിച്ചിട്ടില്ല, പിന്നെ മുട്ടയടിക്കാൻ എന്റെ തലയിൽ മുട്ട അടിച്ചിട്ടുണ്ട് പെങ്ങളെ. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ അഴകിയ ലൈല എന്ന് കാണിച്ചാല് എന്താണെന്നുണ്ടെങ്കിലും അത് ഇപ്പോഴും ഞാൻ പറയുന്നല്ലോ, ഇപ്പോഴും പോലെ ആളുകൾ കൈയൊട്ടി ഒരു ആഘോഷമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ തന്നെയാണത്. ആരാ 34ാമത്തെ എപ്പിസോഡ് അതിൽ ആരായിരുന്നു ടാസ്ക് ചെയ്തത്? ഞാനും എന്റെ വൈഫും കൂടെ ടാസ്ക് ചെയ്ത്. അപ്പൊ ഞങ്ങളല്ല അർഹര്. ഞാൻ 1ാം സ്ഥാനത്തിന് വേണ്ടി ഞാൻ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന ഇത്രയും പേര് 7 മാർക്ക് എനിക്ക് തന്നു. എന്നെ അത് ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യം തന്നെയായിരുന്നു അത്. ഞാൻ 1ാം സ്ഥാനം ഞാൻ പറയുന്നില്ല, എനിക്ക് 1ാം സ്ഥാനം വേണമെന്ന്. പക്ഷെ എന്തുകൊണ്ടും ഇന്നത്തെ ഒരു നിലയിൽ വെച്ചിട്ട് ഞാൻ പറയണം, ആദ്യത്തെ 5 റാങ്കിനകത്ത് വരേണ്ട ഒരാൾ തന്നെയാണ് ഞാൻ. അത് മനഃപൂർവ്വം എന്നെ കരിവാരിത്തേക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് 7 തന്നത്. എന്നെ ഒതുക്കാൻ ശ്രമിച്ചതുമാണ്. ഒരു കൊട്ടേഷൻ സംഘം തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, മതിയോ? ഏത് തരത്തിൽ നോക്കിയാലും പുള്ളി 7ാം സ്ഥാനം എന്ന് പറയുന്നത് അല്ല, പുള്ളിക്ക് 1ാം സ്ഥാനം തന്നെയാണ് കിട്ടിയത്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്ത ഗെയിംസ് ഒന്നും പുള്ളി ബാക്കിലോട്ട് പോയിട്ടില്ല. പെർഫോമൻസ് വൈസ് ആയാലും പുള്ളി പിറകോട്ട് പോയിട്ടില്ല. പിന്നെ ഈ പറയുന്ന കണക്ക് പുള്ളി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഭീഷണിയാവുന്നുള്ളത് കൊണ്ടാണ് എല്ലാരും കൂടെ ഈ പറഞ്ഞ വളഞ്ഞിട്ട് ആക്രമിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രതിക്കൂട്ടി നിൽക്കേണ്ട യാതൊരു കാര്യവും പുള്ളിക്കില്ല. താങ്ക് യു ലെന. പൊടി മാറിയ വാദമായിരുന്നു സാധനം. ഈ ഒരു വാദപ്രതിവാദത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിധി പറയലിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും കൂടി 7 മാർക്ക്, അതെനിക്കറിയില്ല. ഞാനൊരിക്കലും അത് 7 കൊടുക്കില്ല. കുറച്ചും കൂടിയൊക്കെ നോക്കാം. ഒരു ഗ്രൂപ്പീസൊക്കെ എനിക്കറിയില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇവിടുന്ന് പോണേ ഞാൻ പറയണേ, വളരെ മോശം ജഡ്ജിങ് ആണ്, വളരെ മോശം ജഡ്ജിങ് ആണെന്ന് ഈ കോടതി മുമ്പാകെ ഞാൻ പറയണേ. ഇക്കയ്ക്ക് ഫസ്റ്റ് കിട്ടിയത് അത് പറയുമ്പോ കണ്ടസ്റ്റൻസിന്റെ വളരെ മോശം ജഡ്ജിങ് ആണെന്നും കൂടി എടുത്ത് പറയും. ഇവരെടുത്ത് പ്രമോട്ട് ഇടുന്നു ഈ സാധനം. കണ്ടസ്റ്റൻസിന്റെ എന്നാണ് ഞാൻ പറഞ്ഞത്, അത് വളരെ മോശമായി. കാരണം ഞാൻ പറയട്ടെ, ഞാൻ ഇത്തിരി കൂടി സീരിയസ് ആയിട്ട് പറയാം. ഷോയിൽ നിന്ന് ഔട്ടായി വന്ന സംശയമുണ്ട്. എന്തിനാ ബാധിക്കാൻ പോണേ? അതും വാങ്ങി ഞാൻ വീട്ടിൽ പോകണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ ഇനി ഷോയ്ക്ക് വേണ്ടി ഞാൻ പറയാം, നിഖിൽ ചേട്ടൻ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തു, നല്ല രീതിയിൽ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, എൻ്റെ മനസ്സിലുള്ള കാര്യം തന്നെ നിഖിൽ ചേട്ടൻ പ്രസന്റ് ചെയ്തു. പിന്നെ എന്താ പറയുക, ഇത്തിരി കലവിലൊക്കെ ഉണ്ടായി, നല്ല ഫണ്ണായിരുന്നു, രസം, അടിപൊളി.
ഷിട്ടു ഞാൻ ഒരു കാര്യം ഒരൊറ്റ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. സുമിത്ത് പറഞ്ഞില്ലേ ഗ്രൂപ്പിസം ആണെന്ന് ഒരു സംഭവം പറഞ്ഞില്ലേ, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ 7 തന്നെ നിഖിലിന് ഒട്ടിച്ചു കൊടുത്ത് GP പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ഗേൾസ് ഇച്ചിരി ബുദ്ധിപരമായിട്ട് ചെയ്തു. ഒരാളെ 7 ഒട്ടിച്ചു, അതിന്റെ പുറകെ എല്ലാവരും കൊണ്ട് 7 ഒട്ടിച്ചു. ഗ്രൂപ്പിസോ അങ്ങനെ വേറൊരു സംഭവം നിഖില് മോശമായിട്ടോ ഒന്നും അല്ല. ഇതിൽ ഞാൻ വേറൊരു കാര്യം എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനിതിൽ ഗ്രൂപ്പിസം എന്ന് പറഞ്ഞേ ഇത്ര ഇമോഷണൽ അങ്ങനെ ചാടി, അതാ ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് വായെന്ന് തന്നെ ചാടുള്ളത് എല്ലാം സംസാരല്ലേ. ഞാൻ ഇത്ര ഇമോഷണൽ ആയിട്ട് സംസാരിച്ചപ്പോ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെ ഞാനിവിടെ പറയുന്നു. ഗ്രൂപ്പിസം ഉണ്ട് എന്ന് പറയുന്നത് ഈ 7 പേര് ഒട്ടിച്ചില്ലേ, ഈ 6 അല്ലേ എല്ലാവരും ഒട്ടിച്ചില്ലേ, അതുപോലത്തെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ശരിയാണ്. ഗ്രൂപ്പിസം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് എൻ്റെ മാത്രം ശരിയാണ്. നിങ്ങൾ 7 ഒട്ടിച്ചില്ലേ എല്ലാവരും കൂടി, അതേ ശരിയുടെ വേറൊരു നാണയമാണ് ഗ്രൂപ്പിസം ഉണ്ടെന്ന് പറഞ്ഞത് എൻ്റെ ശരി. ഓക്കെ, അത് എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാനും പറഞ്ഞത്. അപ്പൊ GP പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഗേൾസ് ഒരാളെ 7 ഒട്ടിച്ചു. നിഖിലിന് എന്താ തോന്നിയേ? ഇതിപ്പോ നമ്മളെ വീട്ടില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ പെങ്ങന്മാരൊക്കെ ചെല്ലുന്ന ആങ്ങളുടെ അടുത്താ. അപ്പൊ അങ്ങനെ എല്ലാ പെങ്ങന്മാരോടും എന്റെ അടുത്ത് വന്നതാ. ഐ തിങ്ക് ലെന യു ഡിഡ് എ വണ്ടർഫുൾ ജോബ്. നല്ലൊരു രീതിയിൽ എന്താ ചേച്ചിയായിട്ട് ആ ഒരു കട്ടയ്ക്ക് നിന്നു. ഹസ്ബൻഡ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾ രണ്ടുപേരുടെയും കൗണ്ടേഴ്സ് അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് ഫൺ ടു വാച്ച്. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. പോയിന്റ് നമ്പർ 1, ഇവിടെ ഒരു റേറ്റിംഗ് നമ്മൾ വെച്ചത് നിങ്ങളുടെ മത്സരാർത്ഥികൾ, നിങ്ങളുടെ കൂടെ ഉള്ള കണ്ടസ്റ്റൻസ്, കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ് നിങ്ങളെ വിലയിരുത്തുന്നത് എന്നുള്ളത് അറിയുക മാത്രമാണ്. അല്ലാതെ നമ്മൾ ഇതിന്റെ ബേസിസിൽ ഒരു എലിമിനേഷനോ ഇതിന്റെ ബേസിസിൽ ഒരു ഫൈനൽ തീരുമാനം എടുക്കാനല്ല. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കൂടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് നിങ്ങളെ നോക്കി കാണുന്നത് എന്ന് കാണുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റിയുടെ ഉദ്ദേശം ഉണ്ടായത്. പോയിന്റ് നമ്പർ 1, ഇവിടെ തീർച്ചയായിട്ടും ഇക്കയ്ക്ക് വാദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ വാദിക്കേണ്ട ആവശ്യം നിഖിലിനായിരുന്നു. ഇക്കെ അവിടെ പ്ലേസ് ചെയ്തതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ടാസ്ക് ഞങ്ങൾ മുമ്പിൽ പ്ലേസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ഫയർ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആവാം. ഒരു 2ാമത്തെയോ 3ാമത്തെയോ ആളെ ഇവിടെ നിർത്തിയിട്ട് ഇവരാണ് അതിന് അർഹത എന്ന് പറയുന്നതിനേക്കാൾ 2 പേരും 2 എക്സ്ട്രീംസ് ആവുമ്പോൾ നിഖിലിന് അതിന്റെ ഡെപ്ത് മനസ്സിലാവും എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ അവരെ നിർത്തിയത്. അല്ല, ഞാന് ഇപ്പോഴും പറയുന്നു, മുമ്പും പറഞ്ഞു, ഇക്കരെ 1ാം സ്ഥാനത്തിനോ ഒരു കുഴപ്പമോ ഞാനും പറഞ്ഞു, ഞാനും ചെയ്യുകയാണെങ്കിൽ ഇക്കയ്ക്ക് ചെയ്യും. ഞാൻ പറഞ്ഞതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇവിടെ ഒരു വാദം, വാങ്ങി വീട്ടിൽ പൊക്കോട്ടെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ പറഞ്ഞു. അത് ഞാൻ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓരോന്നിനും പ്രസക്തിയുണ്ട്. ഒരിക്കലും ഇക്കയ്ക്ക് അവിടെ ഇത്രയും 1 കിട്ടിയിട്ട് ഇക്കനെ അവിടെ നിർത്താൻ ഞങ്ങൾ ബുദ്ധിശൂന്യരല്ല. ഈ ടാസ്കിന്റെ സ്വഭാവം ഇന്റൻസിറ്റി കൂട്ടുക എന്ന് മാത്രമാണ് സുമിത്ത് നമ്മൾ ഉദ്ദേശിച്ചത്. സുമിത്ത് അതിനെ കണ്ട രീതിയിലുള്ള ചെറിയൊരു വ്യത്യാസമാണ്. അല്ല, ഞാൻ അതും വ്യക്തമായിട്ട് പറഞ്ഞു. ഞാനിത് ഷോയ്ക്ക് വേണ്ടി ഇപ്പൊ പറഞ്ഞത്. അതെ, അതാ ഞാൻ അതെന്റെ പേഴ്സണൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിഖിൽ ചേട്ടൻ ഇവിടെ കണ്ടസ്റ്റൻസ് ആയിട്ടല്ല ഞാൻ സംസാരിച്ചത്. ഒരു നിഖിൽ ചേട്ടൻ, ഒരു ചേട്ടന്റെ ഞാൻ അത് ക്ലാരിഫൈ ചെയ്തു. നമ്മളിവിടെ ഷോയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇന്റൻസിറ്റി കൂട്ടുക എന്നുള്ളതായിരുന്നു ഇവരെ കൊണ്ട് വാദിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം. പോയിന്റ് നമ്പർ 2, ഏറ്റവും എന്റർടൈനിങ് ആയി തോന്നിയത് തീർച്ചയായിട്ടും ഇത്തയുടെ വാദം. പക്ഷെ അത് വളരെ എന്റർടൈനിങ് ആയിരുന്നു. ഇങ്ങനെ ഒരു ടെൻഷൻ നിറഞ്ഞ സമയത്ത് പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. വളരെ മനോഹരമായിട്ട് ഇത്ത ചെയ്തു. ലെന വളരെ നന്നായിട്ട് വാദിച്ചു. എസ്പെഷ്യലി ലെന തൂങ്ങിയിരുന്നത് ഒരൊറ്റ പോയിന്റിലാണ്. എല്ലാവർക്കും ഒരു ഭീഷണിയാണ് നിഖിൽ, അതുകൊണ്ടാണ് എന്നുള്ളതാണ്. ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല പാറ്റേൺസ് ഉണ്ട് എന്നുള്ളത് ലെനയ്ക്ക് വേണമെങ്കിൽ എംഫസൈസ് ചെയ്യായിരുന്നു. എല്ലാവർക്കും ഒരു ഭീഷണിയായി തോന്നി എന്നുള്ളൊരു ഒറ്റ പോയിന്റിൽ ലെന ഒതുങ്ങി വാദം. ഈ വാദപ്രതിവാദത്തിന് ഏറ്റവും പ്രസക്തമായ നിമിഷം എന്ന് പറയുന്നത് നിഖിലിന് കൊടുത്ത 30 സെക്കൻഡാണ്. അത് നിഖിൽ നന്നായി വാദിച്ചു എന്നുള്ളതിനേക്കാൾ എനിക്ക് പറയാനുള്ളത്, ഇതുവരെ കാണാത്തൊരു ഫയർ ഞങ്ങൾ നിഖിലിൽ കണ്ടു. ഇനി വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് നമ്മൾ അവസരം കൊടുക്കും. അപ്പോൾ അടുത്തത് ഏറ്റവും നിർണായകമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് അവരുടെ വോട്ടിംഗ് ആണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മളുടെ വിശ്രാം മിസ്സസിന്റെ ക്യാരക്ടർ ചലഞ്ച് റൗണ്ട്. ക്യാരക്ടർ ചലഞ്ച് റൗണ്ടില് ആരാണ് വരുന്നത് ആദ്യം പെർഫോം ചെയ്യാൻ? നമ്മുടെ ഒരു സ്ട്രോങ് കപ്പിൾ ആണ് ഷിട്ടു. മീറ്റ് ആൻഡ് മേരി. ലെറ്റ്സ് വെൽക്കം. മേരി, രാവിലെ തന്നെ നീ ഇങ്ങനെ ചൂലായിട്ട് നിന്നാലോ? പിന്നെ ഞാൻ കണി കാണുന്നു. ഒന്ന് പോയാ. നിങ്ങൾക്ക് ഞാൻ ഐശ്വര്യ റായിനെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരാം.
മിച്ചേട്ടാ 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 ഞാൻ അടിച്ചു വരുന്ന കാണുന്നില്ല. മിച്ചേട്ടാ അങ്ങോട്ട് മാറുന്നൂടെ? എവിടെയും നിക്കാൻ പറ്റില്ല ഇവിടെ. ഒരു പണി എടുക്കൂല, ഇങ്ങനെ ചുറ്റി നടന്നോളൂ. ഒരു സെൽഫി എടുക്ക രാവിലെ തന്നെ. മിറി മിറി എന്നെ കാണാൻ ശരിക്കും ഒരു രൺവീർ സിംഗിന്റെ ലുക്കില്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ. പക്ഷെ ജീവിക്കും ഇപ്പോഴും ഒരു വിശ്വാസം വന്നിട്ടില്ല എന്നെ പറ്റിട്ട്. നിങ്ങൾക്ക് എന്താ ഈ വണ്ണം പില്ലല്ലേ നിങ്ങൾക്ക് അടിച്ചൂടെ മനുഷ്യ? എനിക്ക് ആസ്മയല്ലേ മേരി, അതുകൊണ്ടല്ലേ. ആസ്മേന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ നിന്നോ? ഞാനിത് എല്ലാ പണിയും എടുക്കണം. എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഒന്നും കൂടുന്നില്ലല്ലോ. ചേട്ടാ അന്ന് ചെയ്യുന്നങ്ങള് ഞാൻ സെൽഫി എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അടിച്ചു വരുന്ന സെൽഫി നിങ്ങൾ എടുത്ത്? അതിനെന്താ? ഞാൻ അടിച്ചു വരുന്ന സെൽഫി എടുത്ത് ഞാൻ മണങ്ങിട്ട് അടിച്ചു വരുന്നത്? അതാ ഞാൻ പറയുന്ന മിരി, വീട്ടിലെല്ലാം കുറച്ച് മേക്കപ്പ് എല്ലാം ഇട്ട് നിന്നൂടെ? നിന്റെ മുഖത്തില്ലെന്ന് ഫുള്ള് കറുത്ത പാട്, കുറച്ച് ക്രീം എല്ലാം എടുത്ത് തേക്കരുത് നിനക്ക്? ഓ നിങ്ങൾക്ക് എന്റെ മേക്കപ്പ് മാത്രം മതി, ലൈക്ക് ഫോളോവേഴ്സ് മാത്രം മതി. ഞാൻ എങ്ങനെയാ ഫോട്ടോയിൽ എന്തെങ്കിലും നോക്കിയാ? ഒരു കാര്യം പറയാം മനുഷ്യ, ഇങ്ങനത്തെ ഫോട്ടോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കുന്നടി. എന്തൊരു കഷ്ടം. മൂഡ് പോയി രാവിലെ തന്നെ മൂഡ് പോയി. ഓ ഇൻസ്റ്റാഗ്രാം ലൈവ് ചെയ്യാം, അതേ ഇനി രക്ഷയുള്ളൂ. ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. വെൽക്കം ടു മീറ്റ് മേരി ലൈവ്. ചേച്ചി എവിടെ? ചേച്ചി ഭയങ്കര ബിസി അല്ലേ? വർക്ക് ഫ്രം ഹോം അല്ലേ? അതുകൊണ്ടാ. അയ്യോ ചേച്ചി, മിറി എല്ലാരും നിന്നെ ലൈവിൽ അന്വേഷിക്കുന്നു. വാ. വർക്ക് ഫ്രം ഹോം അല്ലേ? കാണിച്ചു ഞാൻ പിന്നെ വരാം കേട്ടോ. എന്നാലും ലൈവില് ഞാനിവിടെ മണങ്ങി പണിയെടുക്കും, നിങ്ങൾ ലൈവ് ചെയ്തോണ്ടിരിക്കല്ലേ? എന്റെ മിറി, എന്തിനാ നീ രാവിലെ തന്നെ എന്നോട് ദേഷ്യം മേടിക്കുന്നേ? എപ്പോഴും നീ എന്നോട് ദേഷ്യം മേടിക്കുന്നേ എന്തിനാ? പിന്നില്ലേ, ഞാൻ രാവിലെ എണീച്ചിട്ട് ഇതെല്ലാം അടിച്ചു വാരി. പക്ഷേങ്കിൽ അമ്മ ചളി ചവിട്ടിട്ട് അതിലൂട്ടി എല്ലാം കയറി ആടെ പടക്കേപ്പുറത്ത് ഫുൾ വെള്ളം മറിച്ച് ആടെ നോക്കിയാട്ടെ ഫുൾ കാട്ട് വിട്ടിന് മിത്തോട്ടാ. ഞാൻ ഇത്ര പണിയെല്ലാം എടുക്കുമ്പോ മിത്തോട്ടൻ എന്തെങ്കിലും എനിക്ക് ചെയ്തൊന്നുണ്ട് മിത്തോട്ടോ? സാരമില്ല മേരി, അതല്ലേ നിന്റെ ജോലിയല്ലേ, അത് അമ്മയല്ലേ. ഞാൻ എനിക്ക് ബിരിയാണി മേടിച്ചാരാ. ബിരിയാണി മേടിച്ചാരാ എനിക്ക്. സന്തോഷായില്ലേ? എന്താ എന്ത് മേരി? ബിരിയാണി മേടിച്ചു സത്യം എന്റെ മോള് വിട്ട് അടിച്ചായിരിക്കും. $2000 എന്റെ വേണ്ട, പാവ എന്റെ മിത്തോട്ട കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ബിരിയാണിയൊക്കെ മേടിച്ചതെന്നു. എന്നാ മിറി ചേട്ടാ $2000 ഇവിടെ വീണ് കിടക്കണം. എന്നാ ചെയ്യണ്ടേ? നീ എന്തെങ്കിലും ചെയ്. ക്യാരക്ടർ ചാലഞ്ച് റൗണ്ടില് മീറ്റിന്റെ മെറിയുടെയും പെർഫോമൻസ് കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ബാക്കി കമന്റ്സ് ഒക്കെ ഒരു പെർഫോമൻസോടുണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. എന്നാലും മീറ്റിന് മെറിക്ക് ഒരു ഉഗ്രം കൈഡി ഒരിക്കൽ കൂടെ. അടുത്താരാണ് വരുന്നത്? പറ. എനിക്ക് ആ സൈഡിലേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല. പറ. അടുത്തത് വരുന്നു നമ്മുടെ സ്വന്തം നിസാരിക്ക ആൻഡ് ഷിജിത. രാവിലെ നീ കണ്ണാടി നോക്കി നരച്ച മുടി എണ്ണി തുടങ്ങിയ? എന്റെ നരച്ച മുടിയില്ല പറക്കണേ, നിങ്ങളുടെ അല്ലല്ലോ. ആ പറിച്ചാലും പറയൊന്നുമില്ല. എന്നാ എന്താ ഇത്? ഇറച്ചിന്റെ നാളെ ഞായറാഴ്ച അല്ലേ, മാർക്കറ്റ് മുടക്കല്ലേ? ഓ ഒരെണ്ണം കോഴി. ഇതെന്താ, പോത്താണോ ആടാ? ഇക്ക ആടുണ്ടാ? ഇക്ക എന്താ അവിടെ കാട്ടണേ? നിനക്ക് അറിഞ്ഞൂടെ? എനിക്ക് ഈ തുറസായ സ്ഥലത്തിലും അവിടെ പോയി മൂത്രമൊഴിക്കണേ. ഇനി പകുതി ഐഡിയ ഇതൊന്ന് മുഴുവൻ ഒഴിച്ചു. മനുഷ്യ എന്നെ അയലക്കാരെ കൂട്ട് അത് ഇത് പറയിപ്പിക്കും. വാ മനുഷ്യ. എന്താ നിനക്ക്? പറ, ഇത് ഏതാ വെക്കണ്ടേ? നിനക്ക് ഇഷ്ടമുള്ള വെച്ചോ.
എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ബീഫ് വലത്താം, പിന്നെ കടായി ചിക്കൻ വെച്ചാലോ? ഏത് വെച്ചാലും ഒരേ ടേസ്റ്റ് അല്ലേ, പിന്നെ എന്തിന്റെ പേരിട്ട് വിളിക്കാന്ന് മാത്രം. എപ്പോഴും ഇങ്ങനെ പറഞ്ഞോളൂ എല്ലാത്തിനും. ശരി, ചിക്കൻ വെക്കാം. നിന്റെ ആങ്ങളെ വരണ്ടില്ലേ? എങ്ങനെ മനസ്സിലായി കാക്ക്? അല്ല, എന്ന് ചിക്കൻ വെച്ചാലും ആ നാറി ഇങ്ങോട്ട് വരുമല്ലോ. എന്റെ ആങ്ങളെ എപ്പോഴും നിങ്ങളിന്ന് കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാനേ നല്ല മീൻ കണ്ടതാ. എന്നിട്ട് എന്ത് പേടിക്കാൻ നിക്കാ? നല്ല മീൻ വരുന്ന ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിന്റെ വാപ്പ ഇങ്ങോട്ട് കെട്ടിയെടുക്കില്ല. എന്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് നിർത്ത്. എന്റെ ഉമ്മ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ആ, അത് സത്യ, നിന്റെ ഉമ്മ വരുന്നില്ല. വെച്ചത് മുഴുവൻ അങ്ങടല്ലേ കെട്ടിയെടുക്കണത്, പാഴ്സല്. പിന്നെ എന്തിനാ വരണേ? നിങ്ങൾ എന്റെ വീട്ടുകാരെ കുറ്റി കുറ്റം പറയേ വേണ്ട. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാണ്ട്, നിങ്ങൾ ഇനി ജിമ്മിന് പോണ്ടാട്ടാ. എന്താ മസിലൊക്കെ കൂടി കൂടി വരുന്നേ. മതി, അപ്പൊ നിർത്താലേ? നിർത്തിക്കോ, ഇനി പോണ്ട കേട്ടാ. നമുക്കൊരു വീഡിയോ ചെയ്താലോ? ഞാൻ ഇല്ല, നിങ്ങൾ പൊട്ട വീഡിയോ ചെയ്യാനല്ല എന്നെ വിളിക്കുന്നത്. നിന്നെ ഇനി ആരെയും കെട്ടിക്കൊണ്ടാണ്? ഞാൻ പ്രാവശ്യം കെട്ടിയതല്ലേ, ഇനി ആരെയും കെട്ടാണ്ട് നീ എന്റെ കൂടെ അല്ല. ആൾക്കാർ അതും ഇതൊക്കെ പറഞ്ഞോട്ടെ. വാടി വഞ്ഞോ, വാ വാ, വീഡിയോ ചെയ്യാം നമുക്ക്. പാട്ട് വീഡിയോ ചെയ്യാം നമുക്ക്. ശരിക്കും നിക്കണം കേട്ടാ, ഇങ്ങോട്ട് നിന്നോ. ചെയ്യാം. പുന്നെ പോലെ ഒരുത്തനെ മര്യാദക്ക് പിടിച്ചാൽ പല്ല് ഇങ്ങനെ കാണിക്കില്ലെന്ന് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി അമർത്താട്ടാ. പുന്നെ പോലെ പാട്ട് പോയി തുറന്ന് പാട്, പല്ല് ഇങ്ങനെ അല്ല. ഒരു പ്രാവശ്യം കൂടി എന്റെ ക്യാമറയിലേക്ക് മൂട് കളയരുതോ, കരയല്ലാതെ. എനിക്ക് തൊള്ള തലയുടെ ഓട് തരിച്ചിട്ട് വയ്യ എനിക്ക്. മൂടും കളഞ്ഞ എല്ലാം കളഞ്ഞപ്പോ ഇനി വീഡിയോ ചെയ്യല്ലേ? ഏത് നേരത്താവും എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത്. അല്ലാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ട് 100 പ്രാവശ്യം എന്നെ തോണ്ടരുതെന്ന്. വീഡിയോ ചെയ്യാനുള്ള മൂഡ് തന്നെയാണോ നിനക്ക്? വീഡിയോ ചെയ്യാവാ. ക്യാരക്ടർ ചലഞ്ച് റൗണ്ട് ഉഗ്ര കൈഡി 2 കപ്പിൾസിനും ആരിപ്പോളി. നമ്മളുടെ സൂപ്പർ സ്റ്റാർ കപ്പിൾസ് പറയും. നല്ല രസമായിരുന്നു കേട്ടോ, രണ്ടും എന്റർടൈൻ ആയിരുന്നു, നല്ല ചിരിക്കാനുണ്ടായിരുന്നു. മിറിയുടെ കറക്റ്റ് ആ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളും ഇവിടെ വന്ന് ചെയ്തതൊക്കെ ഉണ്ടല്ലോ, പക്ക ഇങ്ങനെ വീണ് ചൂലിക്കിനെ എടുത്തില്ലേ, അതൊക്കെ കറക്റ്റ് മിറി ചെയ്യണ പോലെ തന്നെയാ ഫീൽ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. ഇക്കയുടെ എത്താണെങ്കിൽ ചിരിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ വീഡിയോ എടുക്കുന്ന സംഭവത്തിൽ ആ ഒരു 3 രീതിയിലുള്ള സാധനം ചെയ്തില്ലേ, അതൊരു രക്ഷയില്ല, ഭയങ്കര കോമഡി ആയിരുന്നു. കറക്റ്റ്. പിന്നെ ഇക്കയുടെ ഈ സംഭവം അതിനാ നല്ല രസമുണ്ട്. മീത്തൻ മെറി, ഫസ്റ്റ് മെറി വെച്ച് തുടങ്ങാം. മെറിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് സംഭവം എന്താ വെച്ചാൽ മൂഡ് പോയി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഗംഭീര സാധനമായിരുന്നു അത്. മെറി ലുക്ക് വൈസിൽ മീത്തായിരുന്നു, ഡയലോഗ് ഡെലിവറിയിൽ മീത്ത് ആയിരുന്നില്ല, മെറി തന്നെയായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസിൽ മീത്ത് ശരിക്കും സ്കോർ ചെയ്തു. നിങ്ങളുടെ സ്റ്റോറി ലൈൻ നന്നായിരുന്നു, 2000 രൂപയുടെ ആ ഒരു എലമെന്റ് നന്നായിരുന്നു. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ നല്ലൊരു സ്കിറ്റായിരുന്നു. ഇക്കടെ ആ ഹെയർ പിടിച്ചുള്ള തുടക്കം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊരു നല്ല കണ്ടന്റ് ആയിരുന്നു. നിസാർക്കടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ പാട്ടൊന്ന് പാടൂ. നല്ല എലമെന്റ് ആണ്, വളരെ നല്ല എലമെന്റ് ആണ്. ആ ഉന്നെ പോലെ അത് നല്ലൊരു എലമെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിനകത്ത് ഷിജിലത്ത യൂസ് ടു ഓൾ ദ ഷോ. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ശരിക്കും ഒരു മാൻലി ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ്. നിങ്ങൾ കേറി വന്നത് മുതൽ ഈ സ്കിറ്റ് കൊണ്ടുപോയത് നിങ്ങളാണ്.
എനിക്ക് ആകെ നിങ്ങളുടെ സ്കിറ്റിൽ തോന്നിയൊരു പ്രശ്നം, നമ്മളൊരു സദ്യ കഴിക്കുമ്പോൾ അവസാനം ഒരു പായസം കഴിച്ച് അതിനൊരു ഫിനിഷിംഗ് ഉണ്ട്. ഫിനിഷിംഗ് ആണ് നിങ്ങൾക്ക് പാളിപ്പോയത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അതിനൊരു പൂർണ്ണത വരാതിരുന്നത്. ബട്ട് ഈ 2 പെർഫോമൻസും കൂടി നോക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇക്കയുടെയും മിത്തയുടെയും പെർഫോമൻസ് ആണ്. അടുത്ത ഒരു റൗണ്ടിലേക്ക് പോകാൻ പോവാണ്. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 1 മിനിറ്റ് 1.5 മിനിറ്റ് നമ്മൾ ചിരിക്കാൻ പോവാണ്. ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് പ്രൗഡ്ലി പ്രസൻസ് അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ. സാറേ എനിക്കൊരു സംശയം സാറേ. എന്നാ മിനിമോളെ? നമ്മൾ ഈ കസ്റ്റമർ സർവീസിൽ പഠിച്ചിട്ടുണ്ടല്ലോ കസ്റ്റമർ വരുമ്പോൾ ചിരിക്കണമെന്ന്. അതെ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ലല്ലോ. അതെന്ത് പറ്റാത്തത്? ഈ മാസ്കും വെച്ച് ചിരിച്ചാ അവരറിയത്തില്ലല്ലോ. ഗുഡ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ, ഐ ലൈക്ക് ദാറ്റ്. അതൊന്നും വേണ്ട. ഓക്കെ, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ശബ്ദം ഉണ്ടാക്കി ചിരിക്കണം. പ്രശ്നം തീർന്നല്ലോ. കസ്റ്റമർ വരുന്ന ഇത് നമ്മുടെ സർവീസ് സ്റ്റേഷനിലെ പുള്ളിയാ കേട്ടോ. ഇന്നലെ ഞാൻ വണ്ടി സർവീസ് ചെയ്തപ്പോഴേ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു പുള്ളി ഒരു 10 കിലോ കേക്കിന്റെ ഓർഡറുമായിട്ട് നിങ്ങൾ വരുമെന്ന്. ഇത് നമുക്കൊന്ന് സെറ്റ് ആക്കണം മിനിമോളെ. ഈ സെറ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്റെ പൊന്ന് മിനിമോളെ, ആ കേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് പുള്ളിക്ക് കൊടുക്കണം. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മാസ്ക് നമ്മൾ കുറച്ച് ശബ്ദം ഉണ്ടാക്കി ചിരിക്കണം. കസ്റ്റമർ സർവീസ് എന്ത് വിധി ഇത്, വല്ലാത്ത ചതീത്. നിഖിലും ലെന ഇവിടെ എത്തിയിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ കപ്പിൾസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ലെൻ ചേച്ചിയുടെ ഒരു കണ്ണുകൊണ്ട് ഒരു എക്സ്പ്രഷൻ ആണ്. സെറ്റാക്കെന്ന് പറഞ്ഞപ്പോൾ കണ്ണിങ്ങനെ ഒന്ന് മയങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരു മയക്കം വന്നിരുന്നു, ഞാനത് ശ്രദ്ധിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കസ്റ്റമർ വരുമ്പോൾ സാധാരണ നമ്മൾ ഇപ്പോൾ അടുത്തിക്കണമെങ്കിൽ ചെറിയിട്ട് വേരിയേഷൻ സൗണ്ടിന് ഒരു പതുക്കം വരും. അതായത് ഓക്കെ ഒരാൾ വരുന്നുണ്ട്, നീ അത്രയും പെട്ടെന്ന് സെറ്റാക്കണം നമുക്ക് എന്നൊക്കെ ഒരു അവിടെ സൗണ്ട് എനിക്ക് തോന്നുന്നു. അത് ഡബ്ബിങ്ങിൻ്റെ മറ്റ് പ്രശ്നങ്ങളാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അതായത് അവിടെ കുറച്ച് ലൗഡ് വരും. ഒരാൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി തേർഡ് പേഴ്സൺ കയറി വരുമ്പോൾ നമ്മൾ എപ്പോഴും ഇത്തിരി സ്വകാര്യത വരും എന്നുള്ളത് തോന്നി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ചിരി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നമ്മത് ആ ചിരിയാണ് അടിപൊളിയായത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ആദ്യമായിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവർ രണ്ടുപേരിൽ നിന്നും ഇങ്ങനെ ഒരു പെർഫോമൻസ്. അതിനത് ആദ്യം തന്നെ നല്ലൊരു കൈ കൊടുക്കാം. കാരണം വെച്ചാൽ ഞാൻ പുള്ളിക്കാരത്തി ഇങ്ങനെ പതുങ്ങിയിരിക്കണ ഒരു പ്രകൃതമായിരുന്നേ. പക്ഷെ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞപ്പോഴല്ലോ നല്ല അഭിനയ എക്സ്പീരിയൻസ് ഉള്ള ഒരു നടി അഭിനയിക്കുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് പുള്ളിക്കാരത്തി നിഖിൽ ഭായി നല്ല രസമായിട്ട് തന്നെ ഇവിടെ വായിന്ന് അറിയാതെ അങ്ങ് ചാടിപ്പോ സെറ്റാക്കണമെന്ന് അപ്പൊ തന്നെ പുള്ളിക്കാരത്തി സെറ്റാക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഇവിടെ കേക്കില്ലേ സെറ്റാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഡയലോഗ്സുകൾ എല്ലാം നല്ല രസമായിട്ടുണ്ട്. നിങ്ങൾ കണ്ടെത്തിയ തീമിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റി. എനിക്ക് പെർഫോമൻസ് ഇഷ്ടമായി. 3 പേരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് നേരത്തെ ഞാൻ ലെനയുടെ പെർഫോമൻസ് നേരത്തെ കണ്ടപ്പോഴും I was surprised. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിലും യു സർപ്രൈസ് മീ ആൻഡ് ഇതിലും യു സർപ്രൈസ് മീ. ഇറ്റ് വാസ് വെരി നൈസ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സ്ക്രിപ്റ്റ് വാസ് ഓൾസോ വെരി ഗുഡ്. കോമഡി ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൾ
overall it was a good performance. ലെന വളരെ നാച്ചുറൽ ആയിരുന്നു. അതാണ് ലെനയ്ക്ക് ഉള്ള എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സ്പ്രഷൻസും ലെനയുടെ സെൽഫ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളിലും ആ ഒരു നാച്ചുറൽ ചോദ്യം ചോദിക്കുകയാണെങ്കിലും ചിരിനെ കുറിച്ചാണെങ്കിലും സെറ്റാക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഒന്നും ഒട്ടും ഓവർ ആയിരുന്നില്ല. എല്ലാം വളരെ നാച്ചുറൽ ആയിട്ട് ലെന കൊണ്ടുപോയി. അതൊരു ആസ് എ പെർഫോമർ വളരെ നല്ലൊരു കാര്യമാണ്. നിഖിലിന്റെ പലപ്പോഴും പല സ്ഥലങ്ങളും ഓവർ ആവാൻ സാധ്യതയുള്ള ഏരിയാസ് ഇത്തവണ നിഖിൽ വലിയ കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യും. നിഖില് വെറുതെ സംസാരിക്കുമ്പോഴും പെർഫോം ചെയ്യുമ്പോഴും ഒരു പൊടിക്ക് എലമെന്റ്സ് കൂടുതലുണ്ട് നിഖിലിന്. സെറ്റാക്കി കൊടുക്കണം എന്നുള്ള ഏരിയ ലൗഡർ ആയിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല. അതിനുള്ള കാരണം ഞാൻ എന്താന്ന് പറയാം. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ആ ഒരു ചിരി എലമെന്റ് ആണ്. പക്ഷെ ആ ചിരി എലമെന്റ് എന്തുകൊണ്ടാണ് വർക്കായത് എന്ന് പറയാൻ പറ്റും? നിഖിലിന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് ആ ചിരി എലമെന്റ് വർക്കായത്? അല്ല, ഞങ്ങൾ അതൊന്നും അങ്ങ് മാറിയായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് അതിനിടയിൽ വന്ന ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ ഞങ്ങൾ സംസാരിച്ച, എക്സാക്ട്ലി അതിനെയാണ് നമ്മൾ മാസ്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ കോൺഷ്യസ് ആയി ചെയ്തതാണ്. അതിനൊരു വൻ കഴിവ്. ഞാനിങ്ങനെ ആലോചിക്കരുത് ഇവരെന്തിനാ ഈ സെറ്റാക്കുന്ന ടോപ്പിക്കിലേക്ക് പോയത് എന്ന് ആലോചിച്ചുകൊണ്ട് ടെക്നിക്കലായി നോക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമാണ്. പക്ഷെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ കോൺഷ്യസ് ആയി ചെയ്തു എന്നുള്ളത് എന്നെ തീർച്ചയായിട്ടും ഇംപ്രസ് ചെയ്തു. അപ്പോ ഈ ഒരു റൗണ്ടില് ഇവർക്ക് എത്ര മാർക്കാണ് GPDP? എല്ലാം കൂടെ കണക്കിലെടുത്ത് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ സെക്കൻഡ് ബെസ്റ്റ് ഞാൻ ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് ഞങ്ങൾ 8.5 മാർക്സ് തരും. അപ്പോ നമ്മളൊരു ഉഗ്രം വീഡിയോ ഉണ്ട്, കുറച്ച് ടാസ്ക് ഒക്കെ ചെയ്തു. നെക്സ്റ്റ് മരുന്നിനുള്ള സമയമാണ്. നെക്സ്റ്റ് മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് ആണ്. കുറച്ച് സമയം ഒരാൾ ഇവിടെ വന്ന് കൺഫസ് ചെയ്യാൻ പോവാണ്. കൺഫെഷൻ ചെയറിനുള്ള സമയമാണ്. ഓക്കെ, കൺഫസ് ചെയ്യാൻ വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ അച്ചായൻ ബിബിനാണ്. ബിബിൻ അച്ചായൻ. ഈ നാള് വരെ ജസ്നയോട് പറയാത്ത ഒരു കാര്യം ബിബിൻ ഇന്ന് തുറന്നു പറയാൻ പോവാണ്. ഓക്കെ, എൻ്റെ വിവാഹത്തിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വീർപ്പുമുട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോണത്. ഞാൻ ജസ്നയോട് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. എൻ്റെ ബാല്യം എന്ന് പറയണത് നമ്മളിവിടെ മത്സരിക്കുന്ന ഈ 8 കണ്ടസ്റ്റന്റിന്റെ പോലെ ആയിരുന്നില്ല എൻ്റെ ഒരു ബാല്യം. എൻ്റെ ബാല്യം എന്ന് പറഞ്ഞത് വളരെ വേദന നിറഞ്ഞൊരു ബാല്യമായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയതാണ്. മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു, അനിയത്തി മരിച്ചുപോയി. എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. ഇപ്പം ഈ മാതാപിതാക്കളില്ലാത്തവരുടെ വിഷമം എന്താണെന്ന് അതില്ലാത്തവർക്കറിയാം. തികച്ചും ദാരിദ്ര്യവും സങ്കടവും നിറഞ്ഞൊരു ബാല്യമായിരുന്നു. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ എടുത്തു വളർത്തിയത് എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയായിരുന്നു. ഈ അപ്പാപ്പനും അമ്മയും അമ്മാമ്മയും വളർത്തിയെന്ന് പറഞ്ഞാലും ഒരു അപ്പനും അമ്മയും ഇല്ലാത്തൊരു കുറവെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കുറവാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ രക്ഷകർത്താക്കളുടെ മീറ്റിങ്ങിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ചങ്ക് കിടന്ന് പിടയ്ക്കും. കാരണം എനിക്ക് വിളിച്ചുകൊണ്ട് വരാൻ അപ്പനും അമ്മയില്ല. എൻ്റെ വന്നുകൊണ്ട് ഒപ്പിടാനൊക്കെ വന്നുകൊണ്ടിരുന്ന എൻ്റെ അങ്കിളാണ്. മറ്റുള്ള മാതാപിതാക്കള് അവരുടെ മക്കളോട് കാണിക്കുന്ന വാത്സല്യത കാണുമ്പോൾ എനിക്ക് അസൂയയാണോ എന്താണോ നമുക്ക് അംഗീകരിക്കാൻ പറ്റണ്ടായില്ല. അതായത് എനിക്കത് കിട്ടുന്നില്ലല്ലോ എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. കൂട്ടുകാരെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ അമ്മമാരൊക്കെ ഈ കൂട്ടുകാരെയൊക്കെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ഒരു ചോറ് ഉരുളയൊക്കെ വായിൽ വെച്ചു കൊടുക്കാൻ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. എനിക്ക് ചെറിയൊരു അസൂയൊക്കെ തോന്നും, സങ്കടം തോന്നും. പക്ഷെ ഞാനത് പുറത്ത് കാണിക്കില്ല. പക്ഷെ എൻ്റെ ഈ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വന്നത് അവൾ എൻ്റെ ലൈഫിലേക്ക് വന്നേ പിന്നെ എനിക്ക് അമ്മേനെ കിട്ടി, നല്ലൊരു ഭാര്യനെ കിട്ടി.
എല്ലാമായിട്ട് അവള് എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട് ഇങ്ങനെ അപ്പച്ചനും അമ്മച്ചി ഇല്ലാണ്ട് എങ്ങനെ ചേട്ടാ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കണു എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു വിഷമം ഇത്രയും ഉള്ളിലുണ്ടെന്നുള്ള കാര്യം ചേട്ടായി പറഞ്ഞിട്ടില്ല എന്നോട്. ഇപ്പൊ കൊച്ചുള്ള കാരണം എനിക്ക് വേറെ പണിയെടുക്കാൻ പോകുമ്പോൾ കൊച്ചിനെ നോക്കാൻ ആരുമില്ല വീട്ടില്. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും, ഷോ ചേട്ടയുടെ അപ്പച്ചനും അമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സഹായം. ചെറുപ്പത്തിലേ തൊട്ട് ഇങ്ങനെ തന്നെ വളർന്ന കാരണം എല്ലാം തന്നെ ചെയ്യണതാണ്. ആരുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളാണ് ചേട്ടായി. ഇത്രയും ഉള്ളിൽ ഇത്രയും വിഷമമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ജസ്ന 5 കൊല്ലമായിട്ട് ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ബിബിൻ എന്ന വ്യക്തിയുടെ ക്യാരക്ടറുടെ സ്ട്രെങ്ത് ആണ്, അതിലൊരു സംശയവുമില്ല. ജസ്ന ഇവിടെ പലപ്പോഴും കഴിഞ്ഞ 2 കപ്പിൾസിൻ്റെ അടുത്തും നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമാണ് എന്ന് നമ്മൾ ഭർത്താക്കന്മാരോട് പറഞ്ഞു. ജസ്ന, ഞാൻ പറയുന്നു, ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ബിബിൻ ആ ചിരി ഒന്ന് ചിരിച്ചേ. ശരിക്കും എനിക്കറിയാം ബിബിൻ ഒത്തിരി വിഷമം ഉണ്ടാവും. എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ ബിബിൻ കടന്നുപോയ സിറ്റുവേഷൻ. അത്രയും എന്തില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പനും ഇല്ലാത്തൊരവസ്ഥ ഭയങ്കര അവസ്ഥ തന്നെ അറിയാം. മറ്റുള്ളവരുടെ അവരുടെ മക്കളെ സ്നേഹിക്കണം നമുക്ക് ഭയങ്കര വിഷമം. അതെന്താണ്? ചിലപ്പോൾ അസൂയായിരിക്കും, നമുക്കത് കിട്ടാത്തതിന്റെ ആ സ്നേഹം കിട്ടാത്തതിന്റെ. അപ്പാപ്പനും അമ്മയും വീട്ടുകാരും നോക്കി വളർത്തിയാലും അത്രയും വരില്ല. കല്യാണത്തിന് മുമ്പ് ഒരു ജീവിതം തന്നെ എനിക്കൊരു അർത്ഥം ഉണ്ടായില്ല. ഇവള് വന്ന പിന്നെയാണ് എന്റെ ജീവിതത്തിലൊരു മാറ്റം വന്നത്. ജീവിക്കണം എന്നുള്ളൊരു വാശി, എല്ലാവരുടെയും മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള തോന്നലുണ്ടാവും. ഇപ്പൊ ഇത് പറയാൻ തന്നെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചേട്ടായിനെ 3 വയസ്സ് തൊട്ട് നോക്കി വളർത്തിയ അമ്മാമ്മ കഴിഞ്ഞ മാസം മരിച്ചു. അതോടെ ഇപ്പൊ ചേട്ടായിക്ക് സഹിക്കാൻ പറ്റാത്ത. സുമിത്തേ, എന്താ ഞാൻ പറയാ, ഞാൻ ഇവിടെ പറഞ്ഞത് ആഗ്രഹിച്ചതോ സ്വപ്നം കാണാൻ നേടാൻ പറ്റാത്തതിന്റെ വിഷമാണ്. അതായത് നേടാൻ പറ്റാത്തതിൻ്റെയാണ് ഇതൊക്കെ. ഇത് കാണുമ്പോ എന്താ, ഒന്നുമില്ല, ഒന്നുമല്ല, വേറൊന്നുമില്ല, പറയാൻ പറ്റുന്നില്ല. അച്ഛനമ്മമാരെ വേദനിപ്പിക്കുന്ന, മനസ്സുകൊണ്ടെങ്കിലും ശപിക്കുന്ന ഒരുപാട് മക്കളുള്ള കാലഘട്ടം അത്. നമ്മളൊക്കെ അമ്മമാരെ കൊണ്ടുവന്ന് ഓരോ ദേവാലയങ്ങളുടെ മുമ്പിലൊക്കെ ഇരുത്തിയിട്ട് പോകുന്ന ഒരുപാട് സിറ്റുവേഷനിലും വാർത്തകളും നമ്മൾ കേട്ടു. എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കി, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ജനിപ്പിച്ച നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടാകുമ്പോൾ ഉള്ളപ്പോഴുള്ളതിൻ്റെ വില നമ്മളറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് മക്കളും സ്വത്തും പണമൊക്കെ ഉണ്ടായാലും ഇവർ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അനാഥരായി പോകും. അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ഭർത്താവിനെ കിട്ടിയെന്നുള്ളതാണ് സന്തോഷം. അതിലേറെ അമ്മയുടെയും അച്ഛൻ്റെയും അനിയത്തിയുടെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഉള്ളിൽ അടക്കി പിടിച്ച സ്നേഹമാണ് ഒരു ഭാര്യയെ കിട്ടിയപ്പോൾ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിലെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല ഒരു ഭാര്യയും ഭർത്താവായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത്. വാനവില്ലേ നോക്കുകില്ലേ കോടമഞ്ഞിൻ ചില്ലിലൂടെ. നമ്മുടെ ഈ ഒരു സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകര് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെങ്കിലും ഒക്കെ തുറന്നു പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസം കിട്ടും. അത് ആ ആശ്വാസം ഇപ്പൊ നമ്മുടെ അച്ചായന്റെ മുഖത്ത് കാണാം. അല്ലേ ചായ? ആ DP വാ, നമ്മുടെ അച്ചായനെ എന്തായാലും നമ്മുടെ വിശ്രാമിച്ചതിന് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പൊ നമുക്ക് അച്ചായനെ ഒന്ന് ഉഷാറാക്കി എടുക്കാം. വാ. ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷോ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ഗെയിം ഷോ ആവാതെ, അത് വെറും ഒരു കോമ്പറ്റീഷൻ ഷോ ആവാതെ, മിസ്റ്റർ ആൻഡ് മിസ്സസ് തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴം
കൂട്ടി ഉറപ്പിക്കാനും കൂടി വേണ്ടിയിട്ടുള്ളൊരു ഷോ ആയി മാറുന്നു. ആ ഷോയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനമുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെയുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ ഞങ്ങൾ ആശംസിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഈ രാത്രി ഒരുപാട് തുറന്നു പറച്ചിലുകളുടെ രാത്രിയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച ഇതിലും നല്ലൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ദിസ് ഇസ് ബൈ ഫ്രം whole Mr. and Mrs. family. This is Cutie the Beauty Soap and BS Vinoni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Detail Hub, co-powered by Asian-based Ultimate Antiseptic Disinfectant Liquid. Special partners Soapik, Vigaland Homes and Kalyan Silks. Good night. Good night. Love you.